ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്കിരിക്കാം. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ മനോഹരമായ ഒരു അനുഗ്രഹമുള്ള മറ്റൊരു ദിവസം പ്രാർത്ഥനയിൽ ദൈവം നമുക്കൊരുക്കി തന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ നമുക്കൊരനുഗ്രഹമായി, നന്മയായി, സൗഖ്യമായി, വിടുതലായി മാറ്റിയെടുക്കണം, മാറണം. ഹല്ലേലൂയ. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തിനാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് എല്ലാ ദിവസവും ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത്? ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഉത്തരം ദൈവവചനത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വീട്ടിൽ ഒരപ്പനും അമ്മയും, അവർക്ക് 2 മക്കളുമാണ് ഉള്ളത്. അവരുടെ വീട്ടിൽ അവരുടെ വരുമാന മാർഗം പശുവാണ്. വീട്ടിൽ അവർ മുട്ടയ്ക്കുള്ള കോഴികളെ വളർത്തുന്നുണ്ട്. അപ്പോൾ ആ കോഴികളെ അഴിച്ചുവിടുമ്പോൾ അതിനെ കൂട്ടിക്കയറ്റേണ്ട കടമ ഈ വീട്ടിലെ മൂത്ത മകനാണ്. എപ്പോഴും അമ്മ മൂത്ത മകനോടാണ് ചോദിക്കുന്നത്, കോഴിക്കൂട് അടച്ചോ, കോഴിക്കൂട് അടച്ചോ എന്നെപ്പോഴും ചോദിക്കും. വൈകുന്നേരം ആകുമ്പോൾ നീ കോഴിക്കൂട് അടച്ചോ. അപ്പം എല്ലാ ദിവസവും അവൻ കളിക്കാൻ പോയാലും എവിടെ പോയാലും ഈ കോഴിക്കൂട് അടയ്ക്കേണ്ട ജോലി ഈ മൂത്ത മകൻ്റെയാണ്. ഒരു ദിവസം കളിയെല്ലാം കഴിഞ്ഞ് കുളിച്ച് പരീക്ഷയും പഠിത്തമൊക്കെ ഉള്ളത് കൊണ്ട് അന്ന് അമ്മ ചോദിച്ചു, കോഴിക്കൂട് അടച്ചോ എന്ന് ചോദിച്ചു. അടച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് സത്യത്തിൽ അടച്ചു എന്ന് വിചാരിച്ചാലും കോഴിക്കൂട് അടയ്ക്കാൻ മറന്നുപോയി. പിറ്റേ ദിവസം അവർ കാണുന്നത്, നേരം വെളുപ്പോഴേ കാണുന്നത്, കോഴികളിൽ ചിലതിനെ കുറുക്കം കൊണ്ടുപോയി. അത് ഭയങ്കര വിഷമായിപ്പോയി. അപ്പോൾ അതിൻ്റെ പേരിൽ വീട്ടിൽ വഴക്കുണ്ടായി. ആ അമ്മ മകനെ തല്ലി. നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. നമുക്കറിയാം ആ വിഷമമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഈ മകൻ അമ്മയോടൊരു ചോദ്യം ചോദിച്ചു. നമ്മൾ കോഴിക്കോട് അടച്ചില്ലെന്നുള്ള വിവരം, ഇന്ന് കോഴിക്കോട് അടച്ചില്ലെന്ന വിവരം ഈ കുറുക്കൻ എങ്ങനെയാ കൃത്യം അറിഞ്ഞത്? എല്ലാ ദിവസവും അടയ്ക്കുമായിരുന്നു. അന്നൊന്നും ഒരു കുറുക്കനും കോഴിയെ കൊണ്ടുപോയില്ല. കൃത്യം അടയ്ക്കാത്ത അന്ന് തന്നെ കുറുക്കൻ വന്നു, കൃത്യം കോഴിനെ കൊണ്ടുപോയി. എങ്ങനെ ഈ കുറുക്കൻ അറിഞ്ഞു ഇന്ന് കോഴിക്കോട് അടച്ചിട്ടില്ലെന്ന്? അപ്പോൾ അമ്മ മറുപടി പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. അമ്മ പറഞ്ഞു, എല്ലാ ദിവസവും കുറുക്കൻ ഇതിലെ കൂടെ ഉണ്ട്, എല്ലാ ദിവസവും വരവും പോക്കൊക്കെ ഉണ്ട്. പക്ഷേ ഈ കോഴിക്കോട് ശരിക്കും അടച്ച് ലോക്കായതുകൊണ്ട് കുറുക്കൻ്റെ ഒരു അഭ്യാസവും ഒരാക്രമണവും ഉണ്ടായിട്ടില്ല, തൊടാൻ പോലും പറ്റിയിട്ടില്ല. പക്ഷെ അന്ന് ഒറ്റ ദിവസം ഒരു നേരം അതൊന്ന് അടയ്ക്കാൻ വിട്ടുപോയി. അന്ന് മാത്രം വന്നതല്ല, എല്ലാ ദിവസവും വരുന്നുണ്ടായിരുന്നു. അന്ന് ഇത് അടയ്ക്കാൻ വിട്ടുപോയി. അതാണ് പ്രശ്നമെന്ന് പറഞ്ഞു. ജീവിതത്തോട് ബന്ധപ്പെടുത്തി പറയട്ടെ, എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ശത്രുവിൻ്റെ വാതിലടച്ച് പഴുതടച്ച് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കണം. ശത്രു ഏതു തരത്തിലും ഏത് രീതിയിലും വരും. എന്നാൽ ഒരു 2 ദിവസം തുറന്നു കിടക്കട്ടെ എന്ന് നമ്മൾ കുറച്ച് ദിവസം പ്രാർത്ഥിക്കേണ്ട, കുറച്ച് ദിവസം ഇതൊന്നും ചെയ്യണ്ട. സാധാരണ അന്നായിരിക്കും ഇതിൻ്റെ ദോഷവും ഇതിൻ്റെ വിഷമവും നമുക്ക് വരുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ശത്രുവിന് നുഴഞ്ഞു കയറാൻ പറ്റാത്ത വിധത്തിൽ വാതിലടച്ച് പഴുതടച്ച് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഇങ്ങനെയാണ്. പല ആളുകൾ ഇവിടെ ഉണ്ട്, എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലഭിക്കുന്നു, പോകുന്നു എന്നല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ജീവിതത്തിൻ്റെ 4 വശവും കൂട്ടിച്ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ ഒരു തരത്തിലും ഒരു അസ്വസ്ഥതയ്ക്കും വെറുതെ പോലും കയറാൻ പറ്റില്ല. ദൈവം അവിടെ സംരക്ഷണം ഒരുക്കും. ഹല്ലേലൂയ. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കുന്ന ഒരുപാട് പേര് ഇവിടെയുമുണ്ട്,
ഇത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ ഒക്കെ കേൾക്കുമായിരിക്കാം. നിങ്ങൾ മനസ്സിലൊരു നിയോഗം വയ്ക്കണം. ഇപ്പം ഇന്നീ കേൾക്കുന്ന വചനം എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതത്തിനും എൻ്റെ ഭാവിക്കും എൻ്റെ സ്വപ്നങ്ങൾക്കും എൻ്റെ ആരോഗ്യങ്ങൾക്കും എൻ്റെ പ്രാർത്ഥനാ നിയോഗത്തിനും ഒരനുഗ്രഹമായി തീരണമേ എന്ന് മനസ്സുകൊണ്ട് വയ്ക്കാമോ? ഒരു നിയോഗം വയ്ക്കും. എന്ത് കാര്യവും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നതിൽ അത്ഭുതകരമായ റിസൾട്ട് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ കണ്ണുകൾ നമ്മളെ കണ്ടിട്ടുണ്ട്. കാരണം ദൈവം പരിഹാരം കൽപ്പിക്കുന്നവനാണ്. ഏതു കാര്യത്തിലും ദൈവത്തിന് ഉത്തരവുണ്ട്. ദൈവം അത് നൽകുമ്പോഴാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഏതു പ്രശ്നത്തിനും ദൈവം പരിഹാരം കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്നൊന്ന് കേൾക്കണം. ഇന്നത്തെ വിഷയം വളരെ പ്രധാനപ്പെട്ടതും ചിന്തിക്കാനുള്ളതുമാണ്. കേവലം ഒരു പ്രസംഗ വിഷയം മാത്രമല്ല. ഈ വചനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. ദൈവവചനത്തിലേക്ക് വരുമ്പോൾ ഇന്ന് കേട്ട വചനമാണ് റോമ 9:6. ദൈവത്തിൻ്റെ ഒരിക്കലും പരാജയപ്പെടില്ല. അപ്പോൾ ദൈവവചനം കേൾക്കുന്ന നിങ്ങളോ, ഈ കേൾക്കുന്ന വചനത്തിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന നിങ്ങളെന്ന വ്യക്തിക്കുള്ള ഒരു ഉത്തരവുണ്ട്. നിങ്ങളുടെ ജീവിതവും, പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന നിങ്ങളുടെ ജീവിതവും പരാജയപ്പെടില്ല. പലരും പരാജയപ്പെട്ടവരാണ്. എന്നാൽ ദൈവവചനം പരാജയപ്പെട്ടിട്ടില്ല. തുറന്ന പുസ്തകം പോലെ എൻ്റെ മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നത് ദൈവവചനമാണ്. ഇതൊരിക്കലും പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ ഇത് പ്രസംഗിക്കുന്ന ഞാൻ ഒരിക്കലും പരാജയപ്പെടില്ല. ഇത് കേൾക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെടില്ല. ഇത് ദൈവവചനം പറഞ്ഞു തരുന്നൊരു വാക്കാണ്. പ്രഭാഷകന്റെ പുസ്തകം 42:15 വാക്യെന്നറിയാമോ? ഒന്ന് കേട്ടോ. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൈവവചനം മൂലം നിർവഹിക്കപ്പെടുന്നു. അപ്പൊ ദൈവത്തിൻ്റെ പ്രവൃത്തി എങ്ങനെയാ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്? ഒരു പ്രത്യേക റൂട്ട് കൊടുത്തിട്ടുണ്ട്. ദൈവവചനത്തിലൂടെ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിന് ജീവന്റെ പുസ്തകം എന്ന് പറയുന്നത്. മറ്റൊരു പുസ്തകത്തിനും ഈ പേരില്ല. ഇത് വേദപുസ്തകമാണ്. ഈ വചനത്തിൽ മുറുകെ പിടിച്ചവരുടെ ജീവിതം പരാജയപ്പെടില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്നു, എനിക്ക് OAT എക്സാം എഴുതി ജയിച്ച് എൻ്റെ ആഗ്രഹമാണ് ഒരു നല്ല ജോലി. അതെങ്ങനെയാ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്? ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവവചനത്തിലൂടെ ആ വിജയം അവിടെ വരും. ഒരാൾ പ്രാർത്ഥിക്കുന്നു, എനിക്ക് സൗഖ്യമുണ്ടാകണം. എങ്ങനെയാ സൗഖ്യം വരും? യേശു പറഞ്ഞു, അവൻ വചനം അയച്ച് രോഗികളെ സുഖപ്പെടുത്തി. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം പരിഹാരം നൽകുന്നത് ദൈവവചനത്തിലൂടെയാണ്. ഈ വചനമാണ് നിങ്ങൾക്ക് അനുഗ്രഹമായി, വിടുതലായി മാറുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് ഏതെങ്കിലുമൊക്കെ പ്രശ്നത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഒന്നും കൂടെ ആ വാക്ക് പറയാം. ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരായിരിക്കും നിങ്ങൾ. എവിടെയൊക്കെയോ നിങ്ങളുടെ മനസ്സ് കലങ്ങിയും വിഷമിച്ചു വരികയും നിങ്ങളുടെ മനസ്സിന് ഉത്തരം നൽകുവാണ് ദൈവവചനത്തിലൂടെ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട്, ബൈബിൾ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു പേനയും പെൻസിലും ഒക്കെ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കാം. അല്ലാത്തവർക്ക് ശ്രദ്ധിക്കാം. ഇത് ശ്രദ്ധിക്കാൻ പറയുന്നത് നിങ്ങൾക്കിത് ഉപകാരമാകുവാൻ വേണ്ടിയാണ് പ്രസംഗിക്കുന്നത്. ഇത് നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിനത് ഭയങ്കര പ്രയോജനമാകും. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ശാലോം TV-യിൽ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ഒരുപാട് അനുഗ്രഹങ്ങളും സാക്ഷ്യങ്ങളും ദൈവവചനത്തിലൂടെ അനേകം കുടുംബങ്ങളിലുണ്ട് എന്ന വിവരം അനേകരാണ് വിളിച്ച് ശാലോമിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ പ്രത്യേകത കൊണ്ടല്ല, ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. ആ വചനം അവർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു.
ഒരു കുഞ്ഞുദാഹരണം. ഒരു വീട്ടിൽ ഒരു അപ്പനും അമ്മയും അത്യാവശ്യം നല്ല വിശ്വാസവും പ്രാർത്ഥനയുള്ളവരാണ്. പക്ഷെ 2 മക്കൾക്കും ശാലോൺ TV ഇഷ്ടമല്ല, ആത്മീയമായ ഒരു വിഷയവും ഇഷ്ടമല്ല. അവരങ്ങനെ പള്ളിയിൽ അങ്ങനെ ഞായറാഴ്ച മാത്രം പോകും, തിരിച്ചു വരും. അങ്ങനെ ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ പോകുന്നവരോ അതിനോട് താല്പര്യം ഉള്ളവരോ അല്ല. ആ അപ്പനും അമ്മയും പല പ്രാവശ്യം മക്കളെ പ്രാർത്ഥനയ്ക്ക് വിളിച്ചാലും അവർ ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോലും വരാറില്ല. പക്ഷേ അപ്പൻ ഒരു പ്രാവശ്യം പറഞ്ഞു, ഈ പ്രാവശ്യം വിമല ഹൃദയ പ്രതിഷ്ഠയിൽ നമ്മൾ ഒരുമിച്ചൊന്ന് പങ്കെടുക്കണമെന്ന് മക്കളോട് പറഞ്ഞു. ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ. അങ്ങനെ അപ്പൻ ആദ്യത്തെ ദിവസം വിളിച്ച് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, മക്കളെ ഇഷ്ടമാണെന്ന് കാണാൻ പറഞ്ഞു. 27 ദിവസവും അവർ മുടങ്ങാതെ ആ 2 മക്കളും കണ്ടു. എൻ്റെ വീട്ടിൽ ഈ ഒരു വചനത്തിലൂടെ എൻ്റെ വീട്ടിൽ ഞാൻ കണ്ട അത്ഭുതം, എൻ്റെ 2 മക്കളും ദൈവവചനം കേൾക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അനേകർ ദൈവത്തെ അറിയാൻ ഈ ദൈവവചനത്തിലൂടെ കാരണമാകുന്നു. ഹല്ലേലൂയ. ഞാൻ അതുകൊണ്ടാണ് ഈ വചനത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്ന വചനം നല്ല ശബ്ദത്തിൽ ഒന്ന് ഉറക്കെ വായിക്കുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. മിദിയാൻകാരുടെ കരം ഇസ്രായേലിന്റെ മേൽ ശക്തിപ്പെട്ടു. ഇതൊരു വാക്കാണ്, ഇസ്രായേൽക്കാരും മിദിയാൻകാരും. അപ്പൊ ഇസ്രായേൽക്കാരെ മിദിയാൻകാർ അടിച്ചു പൂട്ടി കീഴ്പ്പെടുത്തി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എഴുതിയിരിക്കുകയാണ്, മിദിയാൻകാരുടെ കരം നിമിത്തം, അവര് കാരണം ഇസ്രായേൽക്കാർ ഇസ്രായേലിൻ്റെ മേൽ ശക്തിപ്പെട്ടു വന്നു. ഒരാൾ കൂഞ്ഞിക്കൂടാൻ തുടങ്ങി, വേറൊരാൾ ശക്തിപ്പെടാൻ തുടങ്ങി. ആരാണ് ശക്തിപ്പെട്ടത്? മിദിയാൻകാർ. ആരാണ് ശോഷിച്ച് വല്ലാതെ വിഷമിക്കുന്നത്? ഇസ്രായേൽക്കാർ. നിങ്ങൾ എന്ത് കാരണത്താലാണ് ആകെ തകർന്നുകൊണ്ടിരിക്കുന്നത്? അതിന് പരിഹാരമുണ്ട്. നിങ്ങൾ ഏത് വിഷയത്തിലാണ് തിങ്ങി ഞെരുങ്ങി തളർന്നുകൊണ്ടിരിക്കുന്നത്? പരിഹാരം ദൈവസന്നിധിയിലുണ്ട്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരു പ്രത്യേകത ഇതാണ്, ഇസ്രായേൽക്കാര് ഒത്തിരി പ്രതീക്ഷയോടെ പറമ്പ് കിളച്ച് മണ്ണൊക്കെ ഒരുക്കി കയ്യാല കെട്ടി നല്ലപോലെ കൃഷി ഇറക്കും, വിത്തെറിയും. അതെല്ലാം ഇങ്ങനെ മുളച്ചു വരുമ്പോൾ വളമിട്ട് കൊടുക്കും. അങ്ങനെ അത് കായ്ക്കാനായി അത് വിളവെടുക്കാറാകുമ്പം മിദിയാൻകാരൊരു സൈന്യം പോലെ ഇങ്ങോട്ട് വന്നേച്ച് എല്ലാം എടുത്തുകൊണ്ടങ്ങ് പോകും. എന്തൊരു ദുരന്തം വന്ന് നോക്ക്. ഇതാണ് ഇവരുടെ അവസ്ഥ. 6-ാം അധ്യായത്തിൻ്റെ ഇവരുടെ സിറ്റുവേഷൻ ഇതാണ് അവരുടെ അവസ്ഥ. എല്ലാം പ്രതീക്ഷയോടെ ഇങ്ങനെ വരും. വളർന്ന ഫലം ഇങ്ങ് എടുക്കാറാകുമ്പം മിദിയാൻകാർ ഇങ്ങോട്ട് വന്നേച്ച് അവർ അധ്വാനിക്കാൻ തയ്യാറല്ല, പറമ്പിൽ കിളയ്ക്കാൻ തയ്യാറല്ല, വിത്ത് വിതയ്ക്കാൻ തയ്യാറല്ല, കള പറിച്ച് കളയാൻ തയ്യാറല്ല, വളവിടാൻ തയ്യാറല്ല, ഒന്നും തയ്യാറല്ല. പക്ഷെ അവർക്ക് ആ ഫലം മാത്രം മതി. അങ്ങനെ ഇസ്രായേൽക്കാർ ഇത് എടുക്കാൻ വരുമ്പം അവർ പേടിച്ച് ഭയന്ന് മരത്തിൻ്റെയും മണ്ണിൻ്റെയൊക്കെ ഗുഹയ്ക്കകത്ത് കയറി പതുങ്ങിയിരിക്കും. ഒരു ദുരവസ്ഥ, ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിച്ചോ, ചില ആൾക്കാർ പറയും ഇത് പറമ്പിലെ കാര്യം മാത്രമല്ല കേട്ടോ. ചില ആളുകൾ പ്രതീക്ഷയോടെയാണ് മക്കളെ വളർത്തിയത്. അവർ പഠിക്കുന്നു, മാർക്ക് മേടിക്കുന്നു, 7-ലാകുന്നു, 8-ലാകുന്നു, 10-ലാകുന്നു, +2 ആകുന്നു, ഡിഗ്രിക്ക് പോകുന്നു. പെട്ടെന്ന് അവരിൽ നിന്നൊരു അനുഗ്രഹം നമ്മുടെ ഭവനത്തിലേക്ക് വരാൻ പോകുന്നു, അവർ രക്ഷപ്പെടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയുണ്ട് ഇതാ മക്കളിൽ ആകപ്പാടെ ഒരു ഉഴപ്പ്. അവർക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, അവർക്ക് വിശ്വാസമില്ല, അവരെല്ലാത്തിനെയും വിമർശിക്കുന്നു, എല്ലാത്തിനെയും ചീത്ത പറയുന്നു, വേണ്ടാത്ത കൂട്ടുകെട്ടിലേക്ക് പോകുന്നു. ഇതാ ഫലം എടുക്കാറായപ്പം മക്കൾ 4 വഴിക്ക്. ഇതുപോലൊരവസ്ഥയായതും. ചിലരൊത്തിരി പ്രതീക്ഷയോടെ പല സ്ഥലത്തും പോയി ഇഞ്ചി കൃഷിയാകട്ടെ, വാഴക്കൃഷിയാകട്ടെ, എന്തുമാകട്ടെ ചെയ്യും. അതവർ ഫലം എടുക്കാറാകുമ്പം അന്നേരം അതിന് വിലയില്ല. എടുക്കാറാകുമ്പം ഒന്നെങ്കിൽ അതിന് ഒരു പ്രത്യേക ഒരു സൂക്കേട്, ഒരു അസുഖം, അതെല്ലാം ആ വിധത്തിൽ നഷ്ടപ്പെട്ടു പോകും. എല്ലാം കൈയുടെ അടുത്തെത്തും, പക്ഷെ അത് വായോടടുപ്പിക്കാൻ എന്തോ പറ്റുന്നില്ല. ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഇസ്രായേലിന്. പരിഹാരം എങ്ങനെയാ ഉണ്ടായെന്ന് എൻ്റെ തോന്നലല്ല വിളിച്ചു പറയുന്നത്. ദൈവവചനം ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവവചനം ഇപ്പോൾ ഉറക്കെ പ്രവചിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിന് വിടുതലിന് കാരണമാകുമെന്ന് തർക്കമില്ലാത്തൊരു വിഷയമാണ്. ചേർന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇത്രയും പ്രശ്നം വന്നപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നെന്ന് എഴുതിയിട്ടുണ്ട്. അവരെ ഭയന്ന് ഇസ്രായേൽ ജനം പർവ്വതങ്ങളിൽ മാളങ്ങളിലും ഗുഹകളും ദുർഗങ്ങളും നിർമ്മിച്ച് മണ്ണിൻ്റെ പൊത്തിനകത്തും
മരത്തിൻ്റെ മുകളിലും കയറി ഇവരെ പേടിച്ച് ഭയപ്പെട്ടിരിക്കും. മിദിയാൻകാർ ശക്തിയുള്ളവരാണ്, ഇസ്രായേൽക്കാർ പേടിച്ച് ഭയന്നിരിക്കും. 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് വായിക്കുന്നു. 3-ാമത്തെ വാക്യം, ഇസ്രായേൽക്കാർ വിത്ത് വിതച്ചു കഴിയുമ്പോൾ, ഇസ്രായേൽക്കാർ പറമ്പ് കിളച്ച് വിത്ത് വിതച്ച് കഴിയുമ്പോൾ മിദിയാൻകാരും അമലേക്യരും പൗരസ്ഥരും വന്ന് അവരെ ആക്രമിച്ചിരുന്നു. വിളവെടുക്കാറാകുമ്പോൾ പറമ്പിൽ കൃഷി ഇറക്കുമ്പോൾ വന്ന് ഇവർ വന്ന് ആക്രമിക്കും, എല്ലാം തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി വരും. അടുത്ത വാക്യം, 4-ാമത്തെ വാക്യം, അവർ ഇസ്രായേലിനെതിരായി താവളമടിച്ച് ഗാസായുടെ പരിസര പ്രദേശം വരെയുള്ള വിളവെല്ലാം നശിപ്പിച്ചിരുന്നു. അവിടെ ഒരു വാക്കുണ്ട്, വിളവെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. ഇസ്രായേൽക്കാർ കഷ്ടത്തിലും സങ്കടത്തിലും നഷ്ടത്തിലും വേദനയിലും ഇരിക്കുകയാണ്. ഒരു ഗത്യന്തരവുമില്ല മുന്നോട്ട് ജീവിക്കാൻ, ഒരു വഴിയുമില്ല. ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഇങ്ങനെ? ദൈവം ചില പരിഹാരം എങ്ങനെയാ കൊണ്ടുവരുന്നതെന്ന് കേട്ടോ. ഈ പ്രശ്നത്തിന് ദൈവം പരിഹാരം കൊണ്ടുവന്നത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയണം. എങ്ങനെയാ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്? അവരെല്ലാം കൂടി ആയുധമെടുത്തപ്പോഴാണോ? അവരെല്ലാം ഒറ്റക്കെട്ടായി നിന്ന് തിരിച്ച് പ്രതികരിച്ചപ്പോഴാണോ പ്രശ്നത്തിന് പരിഹാരമുണ്ടായത്? ഈ വിഷയം നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, പ്രശ്നങ്ങൾക്ക് ദൈവം എങ്ങനെയാ പരിഹാരം കൊണ്ടുവരുന്നത് എന്ന്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളും ഈ ക്യാമറയുടെ സഹായത്തോടെ ഇത് ആരൊക്കെ കേൾക്കുന്നുണ്ടോ, നിങ്ങൾ അറിയണം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈവം എങ്ങനെയാ പരിഹാരം കൊണ്ടുവരുന്നത്. അതറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രശ്നം നിസ്സാരമല്ല, ഗൗരവമുള്ള വിഷയമാണ്. പറമ്പിൽ കൃഷി ഇറക്കുമ്പോൾ ഒരേക്കർ സ്ഥലത്തോ കൃഷിയല്ല, ഉള്ളതെല്ലാം നശിപ്പിച്ച് തകർത്ത് തരിപ്പണമാക്കി എല്ലാം കൊണ്ടുപോകും. അടുത്ത വാക്യം, ഇസ്രായേലിൽ ജീവസന്ധാരണത്തിന് ആടോ മാടോ കഴുതയോ ശേഷിച്ചില്ല. അവരുടെ വളർത്തുമൃഗങ്ങളാണ് ആടും മാടും കഴുതയൊക്കെ. അതിനെപ്പോലും, അതായത് അതിനൊരു കുഞ്ഞുങ്ങൾ ജനിക്കാൻ, അതിന് ഒരു തലമുറ ഉണ്ടാകാൻ പോലും സമ്മതിക്കില്ല. എല്ലാത്തിനെയും നശിപ്പിച്ച് കാളേനെയും കഴുതേനെയും ആടിനെയും എല്ലാം നശിപ്പിച്ച് കളയും. അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്, ഒന്നും ശേഷിപ്പിക്കില്ല, എല്ലാത്തിനെയും ചുവട് തീർത്ത് അടിയെ നശിപ്പിച്ച് കളയുന്ന ഒരവസ്ഥ. അപ്പോൾ എന്തു ചെയ്തു? അടുത്ത വാക്യം, 5-ാമത്തെ വാക്യം, അവർ കന്നുകാലികളിലും കൂടാര സാമഗ്രികളിലുമായി വെട്ടുകിളികളെ പോലെ സംഖ്യാതീതമായി വന്നുകൂടി. അവർ വന്നത് എങ്ങനെയാണെന്നറിയാം? 5-10 പേരല്ല ഈ മിദിയാൻകാർ വരുന്നത്, വെട്ടുകിളികളെ പോലെ. കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടുണ്ടാകും വാർത്തകളിലൊക്കെ, ആന്ധ്രയിലൊക്കെ വെട്ടുക്കിളി ഇറങ്ങി അത് വലിയൊരു അപകടമാണ്. ഒറ്റയടിക്ക് ലക്ഷക്കണക്കിന് വെട്ടുക്കിളികളാണ് വന്ന് നിമിഷ നേരം കൊണ്ടെല്ലാം നശിപ്പിച്ച് തകർത്ത് കളയും. ഇപ്പൊ ഈ മിദിയാൻകാർ ഇസ്രായേൽക്കാരെ നശിപ്പിക്കുന്നത് വെട്ടുകിളികളെ പോലെയാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ പറയും, ഇത് ആടിനെയും മാടിനെയും കഴുതയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തെ ചിലതൊക്കെ വല്ലാതെ നശിപ്പിക്കത്തക്ക വിധം ചിലതൊക്കെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽപ്പുണ്ട്, ചിലതൊക്കെ ജീവിതത്തിന് ചുറ്റും നിൽപ്പുണ്ട്, നശിപ്പിക്കത്തക്ക വിധം. ഇതിന് പരിഹാരമുണ്ട്, ഇതിന് ഉത്തരമുണ്ട്. അടുത്ത വാക്യം വായിക്കുന്നു, അവരും അവരുടെ ഒട്ടകങ്ങളും എണ്ണമറ്റവയായിരുന്നു. അവരുടെ ശത്രുക്കളുടെ ആടുമാടുകളും എല്ലാം ഇഷ്ടം പോലെയാണ്. അടുത്ത വാക്യം, അങ്ങനെ അവർ വരുന്നതോടെ ദേശം ശൂന്യമാകും. അവര് വരുന്നതോടെ ദേശം എങ്ങനെയാകും? ശൂന്യമാകും എന്ന് പറഞ്ഞ ഒന്നും ഇല്ലാണ്ടാകും. തകർത്ത് തരിപ്പണമാക്കി ആടി തീർത്ത് എല്ലാം നശിപ്പിച്ച് ഒന്നും ഇല്ലാതാക്കും. ഒന്നും അല്ലാതായിപ്പോയി ആരെങ്കിലും ഉണ്ടോ? ചിലർ പറയും സാമ്പത്തികം കൊണ്ടും കടബാധ്യത കൊണ്ടും ഒന്നുമില്ലാതെ ശൂന്യമായി പോയി ഞങ്ങളുടെ ജീവിതം എന്ന് പറയുന്ന ആരൊക്കെയോ ഈ വചനം കേൾക്കുന്നുണ്ടാകാം. ശൂന്യമായി പോയെങ്കിലും ദൈവത്തിനറിയാം അവിടെ നിന്ന് എങ്ങനെയാണ് ഒരു വിജയം കൊണ്ടുവരേണ്ടത് എന്ന്. പ്രശ്നത്തിന് പരിഹാരം വന്നത് എങ്ങനെയെന്ന് അറിഞ്ഞുകൊള്ളുക. അടുത്ത വാക്യം, 6-ാമത്തെ വാക്യം, ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഇസ്രായേൽക്കാർ എന്താ ചെയ്തത് എന്ന് നിങ്ങളൊന്ന് കേട്ടെ. 6-ാമത്തെ വാക്യം, അവർ ചെയ്തത് എഴുതിയിരിക്കുന്നു. മിദിയാൻ നിമിത്തം ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം വളരെ ശോഷിച്ചു. മിദിയാൻകാർ നിമിത്തം ഇസ്രായേൽ ശോഷിച്ചു. അപ്പോൾ ഇസ്രായേൽ ജനം കർത്താവിനോട് സഹായത്തിനായി നിലവിളിച്ചു. ആരോട് സഹായത്തിനായിട്ട്? പഞ്ചായത്ത് മെമ്പറോടോ പ്രസിഡന്റിനോടോ അല്ല നിലവിളിച്ചത്. സഹായം തരുവാൻ കഴിവുള്ള ദൈവത്തോട് സഹായത്തിനായി മനസ്സിൽ പ്രാർത്ഥിച്ചു എന്നാണോ? അടക്കം പറഞ്ഞു എന്നാണോ? നിലവിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ വണ്ടി ഇടിക്കാൻ വരുമ്പോൾ അയാളത് കാണുമ്പോൾ ഒറ്റ കാറിൽ കാറും. അതുപോലെ പ്രതിസന്ധിയിൽ
ദൈവത്തോട് അവർ നിലവിളിച്ചു, ഉറക്കെ പ്രാർത്ഥിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് ഇതുപോലെ ദൈവത്തിൽ നിന്ന് സഹായം കിട്ടാൻ ഉറക്കെ പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്നെ എല്ലാവരും ശ്രദ്ധിച്ചേ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അതിന് പരിഹാരം കിട്ടാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്ത വഴി ഏതാണ്? സഹായത്തിനായി ആരുടെ മുമ്പിൽ പോയി? അല്ലാതെ അവിടുത്തെ നേതാക്കന്മാരുടെ അടുത്ത് ചെന്ന് നിങ്ങളൊരു സമർപ്പിച്ചതിനൊരു പരിഹാരം കൽപ്പിക്കണമെന്ന് പറഞ്ഞുള്ള ഹർത്താലിനും ഒരു സമരത്തിനും ഒരു യുദ്ധത്തിനുമല്ല പോയത്. ദൈവത്തിന്റെ മുമ്പിൽ സഹായത്തിനായി നിലവിളിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മുമ്പിൽ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്ന ഒരാളെ പോലും ദൈവം സഹായിക്കാതെ വിടുകയില്ല. സങ്കീർത്തനം 121 പറയുന്നു, ദാവീദ്, സങ്കീർത്തകനായ ദാവീദ് ആകാശങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവത്തോട് ചോദിച്ചു, എവിടെ നിന്ന് എനിക്ക് സഹായം വരും? സഹായം എനിക്ക് എവിടെ നിന്ന് വരും? ഉടനെ ഒരു ഉത്തരം എഴുതിയിട്ടുണ്ട്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവമായ കർത്താവ് നിന്നെ, നിന്റെ കുടുംബത്തെ സഹായിക്കും. ഹല്ലേലൂയ. ഒരു കരം ഉയർത്തി ഉറക്കിയെന്ന് വിശ്വാസത്തോടെ എന്ന് പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നടന്ന സംഭവങ്ങളെ ഒന്ന് തട്ടുതട്ടായിട്ടൊന്ന് ഓർത്തേ. ഇസ്രായേൽക്കാർ മിദിയാൻകാർ നിമിത്തം സന്തോഷത്തിലല്ല, ദാരിദ്ര്യത്തിലും കഷ്ടതയിലുമാണ്. ഒന്നുമില്ല, ശൂന്യമായി. അവരുടെ വരുമാന മാർഗങ്ങളെല്ലാം അടഞ്ഞു. മുന്നോട്ട് ജീവിക്കാൻ ഒരു വഴിയില്ലാതായി. അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ചുകൂടി ദൈവത്തോട് സഹായത്തിനായി പ്രാർത്ഥിച്ചു. ഇനി എന്നെ കേട്ടെ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ രക്ഷയ്ക്കുള്ള ഒരു വഴി ദൈവം അവിടെ തുറന്നു. അതാണ് അതിൻ്റെ ഒരു മരത്തിന്റെ കാതൽ എന്ന് പറയുന്നത് പോലെ ഈ 6-ാം അധ്യായത്തിന്റെ കാതൽ എന്താണെന്ന് കേട്ടോ. 7-ാമത്തെ വാക്യം, ഇസ്രായേൽ ജനം മിദിയാൻകാർ നിമിത്തം കർത്താവിനോട് നിലവിളിച്ചു, കർത്താവിനോട് ഉറക്കെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ടോന്ന് കേട്ടോ. അടുത്ത വാക്യം, അപ്പോൾ 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 എന്ന് പറഞ്ഞാൽ എപ്പോൾ? ചുമ്മാതെ കയ്യും കെട്ടി ഇരുന്നപ്പോഴല്ല, അല്ലാതെ എല്ലാത്തിനെയും വിമർശിച്ചു കൊണ്ടിരുന്നപ്പോഴല്ല. ഇങ്ങനെ എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ച് ചുമ്മാ തെറി പറഞ്ഞുകൊണ്ടിരിക്കണം, ചീത്ത വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം, നിരാശയുടെ വാക്കുകൾ പറയുമ്പോഴുമല്ല. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയർന്നപ്പോൾ. അപ്പോൾ അടുത്ത വാക്യം, ഇസ്രായേലിന് അവിടുന്ന് ഒരു പ്രവാചകനെ അയച്ചു. ഒരു മനുഷ്യനെ ദൈവം അവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. ഒരാളെ. എന്തിനാ അവിടെ കൊണ്ടുവന്ന ഒരാളെ? ദൈവം കണ്ട ഒരാളെ അവരുടെ പ്രശ്ന പരിഹാരത്തിന് ദൈവം അവിടെ കൊണ്ടുവന്നു. ഈ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിന്റെ ശുശ്രൂഷകളെ ഞാൻ ഇങ്ങനെ ഒന്ന് കാണട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ദൈവം ഒരുക്കുന്ന സ്ഥലമാണ് ഈ ആലയം. ഇത് പ്രശ്നം ഉണ്ടാക്കുന്ന സ്ഥലമല്ല, പ്രശ്നത്തിന് ദൈവം അയക്കുന്ന പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥലമാണ്. എന്നെങ്ങനെയാ ഈ പ്രശ്നത്തിന് പരിഹാരം കൊണ്ടുവന്നത്? ഒരാളെ അവിടെ ഉയർത്തിക്കൊണ്ടുവന്നിട്ടാണ്. ആരെയാ ഉയർത്തിക്കൊണ്ടുവന്നത്? ആരേലും ഒരുത്തനെയല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാളെ ദൈവം അവിടെ കൊണ്ടുവന്നു. പ്രാർത്ഥനയുള്ള ഒരാളെ ദൈവം അവിടെ കൊണ്ടുവന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ ദൈവം അവിടെ കൊണ്ടുവന്നു. എന്തിന്? ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന്. ഇവിടെ വായിക്കുമ്പോൾ ചില ആളുകൾക്ക് ഇത് പിടികിട്ടില്ല. അതുകൊണ്ട് അതിനെ ഒന്ന് മയപ്പെടുത്തി പറയാം. നിങ്ങളൊരു കുടുംബമായി ജീവിക്കുന്ന ഒരാളാകട്ടെ, നിങ്ങൾക്ക് എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്, പ്രതിസന്ധിയാണ്, നഷ്ടമാണ്, തകർച്ചയാണ്, ബിസിനസ്സിൽ തകർച്ച, വരുമാനമില്ല, എല്ലാം അടഞ്ഞിരിക്കുവാണ്. നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മക്കളിൽ ഒരാളെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ദൈവം കണ്ട് ഒരാളെ അവിടെ ഉയർത്തിക്കൊണ്ടുവരും. ഇത് വിശ്വസിക്കുക. കാരണം ബൈബിൾ എഴുതിയിരിക്കുന്നു, ഇസ്രായേൽക്കാരോട് ദൈവം പറഞ്ഞില്ല, എന്നാൽ ഞാൻ തന്നെ ഇവിടെ യുദ്ധം അങ്ങ് ചെയ്തേക്കാം, പ്രശ്നത്തിന് പരിഹാരം നാളെ 12 മണിയോടുകൂടെ പ്രശ്ന പരിഹാരം എന്നല്ല, ഒരാളെ ദൈവം അവിടെ ഉയർത്തിക്കൊണ്ടുവന്നു. ആളുടെ പേരാണ് ഗിദെയോൻ. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് പ്രശ്നത്തിന്, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചേ,
ഇസ്രായേൽക്കാർ തലങ്ങും വിലങ്ങും നോക്കിയിട്ട് അവരുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത സമയത്താണ് അവർ ദൈവസന്നിധിയിൽ പ്രശ്ന പരിഹാരത്തിനായി പ്രാർത്ഥിച്ചത്. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും തലങ്ങും വിലങ്ങും നോക്കിയിട്ട് 4 വശത്തും നോക്കിയിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ അസ്വസ്ഥതയുള്ളവരാണോ? നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം ഒരു പ്രശ്ന പരിഹാരത്തിന് ഒരു സാഹചര്യത്തെ അവിടെ തുറക്കും, അല്ലെങ്കിൽ ഒരാളെ ദൈവദൂതനെ പോലെ അവിടെ കൊണ്ടുവരും, അല്ലെങ്കിൽ ഒരാളെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. ദൈവം ഏതു പ്രശ്നത്തിനും പരിഹാരം സൃഷ്ടിക്കും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. കരങ്ങളെ ഉയർത്തി ഒന്ന് സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എനിക്ക് ആ വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ വാക്യം വായിച്ചപ്പോൾ 7-ാമത്തെ വാക്യം, ഒരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകനാണ് ആ ജനത്തെ വിടുവിച്ചത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് എത്ര ബന്ധമുണ്ട് പ്രിയപ്പെട്ടവരെ. പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പെട്ട് തകർന്ന് തരിപ്പണമായ ചില കുടുംബത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ആ കുടുംബത്തിൽ ഒരാളെ ദൈവം അനുഗ്രഹിച്ച് എത്രയോ വിധത്തിൽ ഇന്ന് ഉയർത്തിയ സാഹചര്യങ്ങളും അനുഭവങ്ങളും ഞാൻ പലരിൽ നിന്നും കേട്ടിട്ടുണ്ട്. അവർ ചിലപ്പോൾ നമ്മളോട് പറയും, ഞങ്ങളുടെ സാഹചര്യം 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു, തകർന്നിരിക്കുകയായിരുന്നു, എല്ലാം കൈവിട്ടു പോയതായിരുന്നു, ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി, ഇന്ന് ഞങ്ങളുടെ നിലയും വിലയും മാറി, ദൈവം ഞങ്ങളെ ഏറ്റെടുത്തു. ദൈവത്തിന്റെ സഹായം ദൈവം ഇന്നും അയക്കും. ഇസ്രായേൽ ജനത്തെ സഹായിച്ച ദൈവമാണ് ഇപ്പോൾ നിങ്ങളെയും സഹായിക്കാൻ പോകുന്നത്. ഇസ്രായേൽ ജനത്തെ വിടുവിച്ച ദൈവമാണ് നിങ്ങളെയും വിടുവിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ ഉയർത്തിയ ദൈവമാണ് നിങ്ങളെയും ഉയർത്തുവാൻ പോകുന്നത്. വിശ്വസിക്കുന്നു, ഈ ദൈവമാണ് എന്റെയും നിങ്ങളുടെയും ദൈവം. ഈ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രശ്ന പരിഹാരത്തിന് ഈ ജനമെടുത്ത നിലപാട് അത് പ്രാർത്ഥനയുടെ നിലപാടാണ്. പ്രശ്ന പരിഹാരത്തിന് ദൈവം തെരഞ്ഞെടുത്തത് ആരെയാ ദൈവം കണ്ടത്? ആരേലും ഒരാളെയല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെയാണ് ദൈവം അവിടെ കണ്ടത്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് ദൈവവചനം കേൾക്കാൻ വേണ്ടി ഈ ആലയത്തിൽ വന്ന് രാവിലെ തൊട്ട് വന്ന് പ്രാർത്ഥിച്ചും പാടിയും ആരാധിച്ചും വചനം കേൾക്കുവാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ ദൈവം കണ്ട മുഖങ്ങളാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും. ഒരുപക്ഷെ നിങ്ങളെന്ന ഒരാളായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഇച്ചിരിയേലും പ്രാർത്ഥിക്കുന്നവർ. ബാക്കിയുള്ളവരോട് പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചോ ദൈവവചനത്തെക്കുറിച്ചോ പറഞ്ഞാൽ അപ്പം തന്നെ ചിലപ്പോൾ ചൂടാകുന്നവരും ദേഷ്യപ്പെടുന്നവരും വിമർശിക്കുന്നവരുമായിരിക്കും. നിങ്ങളെന്ന ഒരാളായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് ദൈവം കണ്ടയാള്. നിങ്ങളുടെ മക്കളെ ആയിരിക്കും, നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് ദൈവം ഒരുക്കിയ മക്കൾ. നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഏത് വിഷയത്തിന്റെ പേരും ദൈവം പരിഹാരം കൽപ്പിക്കും. എനിക്കിത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു ആലോചന പറയാം. എങ്ങനെയാ ഈ പരിഹാരം ഉണ്ടായേ? ഒരു സീക്രട്ട് ഉണ്ട്. അവർ ദൈവത്തോട് സഹായത്തിനായി നിലവിളിച്ചു, പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഈ ഒരു നിമിഷം നിങ്ങളും ഒന്ന് ഇരുന്നുകൊണ്ട് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? ഒരു നിമിഷം പ്രാർത്ഥിക്കാതെ എങ്ങനെ പോകും പ്രിയപ്പെട്ടവർ? ഇത് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചതാ. ഒന്ന് കണ്ണുകളെ ഒന്ന് അടച്ച്, നിങ്ങളും എവിടെയൊക്കെയോ പ്രതിസന്ധിയിലായിരിക്കാം, എവിടെയൊക്കെയോ നിങ്ങളുടെ വരുമാന മാർഗങ്ങളും കൃഷിയിടങ്ങളും അധ്വാന ഫലവും ഒന്നും പ്രതീക്ഷിച്ചതുപോലെയോ ആഗ്രഹിച്ചതുപോലെ ഒന്നും ആയിരിക്കത്തില്ല മുന്നോട്ട് പോകുന്നത്. എല്ലാ വഴികളും അടഞ്ഞു, ജീവിക്കാനും മുന്നോട്ട് പോകാനും ഒരു വഴിയുമില്ല. പക്ഷെ നിങ്ങൾ ദൈവത്തോട് സഹായത്തിനായി പ്രാർത്ഥിച്ചാൽ ആ പ്രശ്നത്തിന് ദൈവം പരിഹാരത്തെ ഉയർത്തിക്കൊണ്ടുവരും. അതിനെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും. നോക്കൂ, ഇന്ന് വരെ കേൾക്കാത്തൊരു പേര് ഗിദെയോൻ അവിടെ വരുവാണ്. ദൈവം പ്രശ്ന പരിഹാരത്തിന് ഒരാളെ അവിടെ കണ്ടത്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിഷയങ്ങൾ സാമ്പത്തികമാകാം, ആത്മീയമാകാം, ഭൗതികമാകാം, അതിന്റെ പരിഹാരത്തിന് പരിശുദ്ധാത്മാവ് കണ്ട വ്യക്തിയാണ് നിങ്ങൾ.
അതിനുവേണ്ടി ദൈവം കണ്ട ആളാണ് നിങ്ങൾ. ദൈവത്തിന്റെ കണ്ണുകൾ നിങ്ങളെ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെന്ന വ്യക്തിയുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലായും അനുഗ്രഹമായും സൗഖ്യമായും അഭിഷേകമായും മാറുന്നത്. ഹല്ലേലൂയ. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് നമുക്ക് പ്രാർത്ഥിച്ചാലോ? അരമണിക്കൂർ സമയം നമ്മൾ കേട്ടത് എങ്ങനെയാണ് ദൈവം പ്രശ്നത്തിന്റെ പരിഹാരം കൊണ്ടുവന്നെന്ന, എങ്ങനെയാണ് പ്രശ്നത്തിന്റെ പരിഹാരം കൊണ്ടുവന്നത്. ഇതൊരു പ്രാർത്ഥനയുടെ നിമിഷമാണ്. ഇതൊരു പ്രാർത്ഥനയുടെ നിമിഷമാണ്. ഇസ്രായേൽ ജനത്തിന്റെ മേൽ വിടുതൽ കൽപ്പിച്ച ദൈവം നിങ്ങളുടെ മേൽ ഒരു വിടുതൽ കൊണ്ടുവരും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. കണ്ണുകൾ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനം ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ആരെയാണ് പ്രശ്ന പരിഹാരത്തിന് ദൈവം ഉയർത്തിയെന്നറിയാമോ? വിമർശിക്കുന്ന ഒരുത്തനെ അല്ല, എല്ലാത്തിനും കുറ്റം പറയുന്ന ഒരാളെയല്ല, പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് ബന്ധമുള്ള ഗിദെയോൻ എന്ന വ്യക്തിയെയാണ് ദൈവം ആ രാജ്യത്തിന്റെ വിടുതൽ തെരഞ്ഞെടുത്തത്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുന്ന നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന്റെ വിടുതലിനായി ദൈവം ഒരുക്കിയ ആളാണ്. പ്രിയപ്പെട്ട അമ്മേ, പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട യുവാവേ, പ്രിയപ്പെട്ട യുവതി, സഹോദര സഹോദരി, ദൈവം നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് ദൈവം കണ്ട ആളാണ് നീ. ദൈവം കണ്ട വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾ തളർന്നു പോകരുത്. നിങ്ങളിലൂടെ ഒരു അനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ വരാൻ പോകുന്നു. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുന്നു. ഇസ്രായേൽ ജനത്തിന്റെ മേൽ ഒരു വിടുതൽ ഉണ്ടായത് ദൈവം ഒരുക്കിയ ഗിദെയോൻ എന്ന വ്യക്തിയിലൂടെയാണ്. രണ്ട് കരങ്ങളെ ഉയർത്തിപ്പിടിച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. നിങ്ങളെന്ന വ്യക്തി ഒരു അനുഗ്രഹമാകട്ടെ. നിങ്ങളെന്ന വ്യക്തി കുടുംബത്തിന്റെ വിടുതലാകട്ടെ. നിങ്ങളെന്ന വ്യക്തി, നിങ്ങളെന്ന യുവാവ്, നിങ്ങളെന്ന യുവതി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവി, നിങ്ങളുടെ കുടുംബത്തിന്റെ അനുഗ്രഹത്തിന് കാരണമാകട്ടെ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഈ വചനം ഇവരിൽ എത്തിക്കണമേ. ഈ വചനത്തിന്റെ അഭിഷേകം നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് നിങ്ങളോടൊന്ന് പറഞ്ഞേ, എൻ്റെ കുടുംബത്തിൻ്റെ വിടുതലാകാൻ ദൈവം കണ്ട ആളാണ് ഞാൻ. മനസ്സിൽ പറഞ്ഞ് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി. ഗിദെയോൻ എന്ന വ്യക്തി ഇസ്രായേൽ ജനത്തിൻ്റെ വിടുതലാകാൻ, രക്ഷകനാകാൻ ദൈവം കണ്ടയാളാണ്. അതുപോലെ ഇവിടെ നിൽക്കുന്ന പല വിദേശത്ത് പോകാനും പഠിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി നിയോഗമുണ്ട് ഈ അൾത്താരയിൽ. നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷകനാകാൻ ഒരു നല്ല വീട് ആഗ്രഹിക്കുന്നവരിനകത്തില്ലേ? ഒരു നല്ല വാഹനം ആഗ്രഹിക്കുന്നവരില്ലേ? നല്ലൊരു ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. നല്ലൊരു കട്ടിലെ കിടന്നുറങ്ങാൻ എനിക്ക് എന്നാ ഭാഗ്യം ഉണ്ടാവുക എന്ന് ചിന്തിച്ചവരുണ്ട്. ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്, ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ വലിയ കിടക്കകൾ, വലിയ നല്ല വിലയുള്ള കട്ടിലുകൾ. അയാൾ ചിന്തിച്ചു, എനിക്ക് എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ ഒരു കട്ടിലൊക്കെ മേടിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരോ, ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ദൈവം നിങ്ങളുടെ കുടുംബത്തിൻ്റെ രക്ഷ നിങ്ങളിലൂടെയാണെങ്കിലോ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അഭിവൃദ്ധി അതിനുവേണ്ടി ദൈവം കണ്ട ആളാണ്. പ്രിയപ്പെട്ട, അപ്പം ഞാനാണോ എന്ന് സംശയിക്കരുത്. ഞാനായിരിക്കത്തില്ല എന്ന് വെറുതെ പോലും പറയരുത്. നീ നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹമാണ്. നിന്റെ കുടുംബത്തിന്റെ വിടുതലാണ്, ശാപമല്ല. നീ ഒരു അനുഗ്രഹമാണ്. ഒരുപക്ഷെ പല അനർത്ഥങ്ങളും പരാജയങ്ങളും ഒക്കെ അനുഭവിച്ച ആളായിരിക്കാം. പക്ഷെ അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ്, അതിൽ നിന്ന് മാറിക്കേ. ചിലപ്പോൾ നിനക്കൊരു നല്ല ജോലിയായിരിക്കും ദൈവം തരുന്നത്. ഒരു വിദേശ പഠനമായിരിക്കാം, ഒരു ജോലിയായിരിക്കാം, എന്തുമാകട്ടെ. അത് നിനക്ക് വേണ്ടി മാത്രമല്ല, നിന്റെ കുടുംബത്തിന്റെ വിടുതലും നിന്റെ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്കും ദൈവം ഒരുക്കിയ നിയോഗമാണ് നീ. ദൈവം ഒരുക്കിയ വ്യക്തിയാണ് നീ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ആ വിശ്വാസത്തോടെ ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ദൈവമേ സ്തുതിക്കുന്നു, ദൈവമേ നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, 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 നന്ദി.